നമസ്കാരം. കൊറിയൻ ഗെയിമുകൾ ഫോണിൽ നിന്നും നീക്കം ചെയ്തതിന് 9ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടികൾ, ഫോൺ നൽകാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, കൊറിയയിൽ എവിടെയോ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് മരിച്ചെന്നറിഞ്ഞപ്പോൾ സത്യാവസ്ഥ പോലും നോക്കാതെ മരണത്തെ പുൽകുന്ന കൗമാരം, സോഷ്യൽ മീഡിയ അടിമത്തത്തിലാകുന്നു നമ്മുടെ കുട്ടികൾ. ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ട് ലോകമൊന്ന് ഞെട്ടാൻ പോലും മറന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മരവിപ്പാണ്. സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിൽ ലോകം ഒരുക്കിത്തരുമ്പോൾ നമ്മുടെ കുട്ടികൾ ആ ലോകത്ത് തളച്ചിടപ്പെടുകയാണോ? സ്ക്രീനിലെ വർണ്ണക്കാഴ്ചകൾക്കും ഗെയിമിംഗിലെ ആവേശത്തിനുമിടയിൽ അവർക്ക് നഷ്ടമാകുന്നത് സ്വന്തം ജീവിതമാണോ എന്ന ഗൗരവകരമായ ചോദ്യം അന്തരീക്ഷത്തിൽ പറക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ചെറിയ പരാജയങ്ങളിൽ പോലും തളർന്നു പോകുന്ന, മൊബൈൽ ഫോൺ മാറ്റിവെക്കാൻ പറഞ്ഞാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു തലമുറയെയാണോ നമ്മൾ വളർത്തിയെടുക്കുന്നത്? മാറിയ പേരന്റിംഗ് ശൈലികളും സാമൂഹിക സാഹചര്യങ്ങളും നമ്മുടെ മക്കളെ മാനസികമായി ദുർബലരാക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ അടിമത്തമോ? കുട്ടികൾ ഗെയിമിംഗിലൂടെ മരണത്തിലേക്കോ? എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഇന്ന് ചർച്ചയിൽ അധ്യാപകനും സാമൂഹ്യ നിരീക്ഷകനുമായ ഫാദർ സജി വട്ടുകളത്തിൽ, പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാനും KCBC പ്രോലൈഫ് സമിതിയുടെ ആനിമേറ്ററും മുൻ പ്രസിഡന്റുമായ സാബു ജോസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ റോണിയ റോയ് എന്നിവരാണ്. സ്വാഗതം. ഫാദർ സജി വട്ടുകളത്തിൽ, ആദ്യം തന്നെ അങ്ങയിലേക്ക് ഞാൻ വരികയാണ്. ഈ സാമൂഹ്യ മാധ്യമത്തിന്റെ വെളിച്ചത്തിലേക്ക് ഈയാമ്പാറ്റുകളെ പോലെ പറന്നെത്തുകയാണ് നമ്മുടെ കൗമാരക്കാരായ കുട്ടികൾ. ചതിക്കടികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതിനപ്പുറം മരണത്തിലേക്കാണ് കുട്ടികളെ പലപ്പോഴും കൊണ്ടുപോകുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഓസ്ട്രേലിയ, ബ്രിട്ടൻ, സ്പെയിൻ, ഗോവയുടെ ചില പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവന്ന് കഴിയുകയും ചെയ്തിരിക്കുന്നു. ഈ സമൂഹ മാധ്യമത്തിന്റെ ഉപയോഗം കുട്ടികളെ കൊണ്ടെത്തിയിരിക്കുന്നത് മാരകമായ വിപത്തിലേക്കാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇന്ന് എല്ലാ പത്രമാധ്യമങ്ങളിലും വളരെ ഗൗരവമായിട്ടും എന്നാൽ വായിക്കുന്ന എല്ലാവർക്കും വളരെ സങ്കടകരമായിട്ടുമുള്ള ഒരു വാർത്തയാണ് ആദ്യമേ അങ്ങ് സൂചിപ്പിച്ചത്. ഒരു കൊറിയൻ ഗെയിം അത് തൽക്കാലത്തേന് കളിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാത്തതിന്റെ പേരിൽ 9ാം നിലയിൽ നിന്ന് ചാടി 3 പെൺകുട്ടികൾ ഗാസിയാബാദിൽ മരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത. ഈ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇതുപോലെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, പല കാരണങ്ങളുണ്ട്, അത്തരം കാരണങ്ങളിൽ ഒന്ന് ഈ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ഗെയിമുകൾ, ആ ഗെയിമുകൾ മുൻപോട്ട് വെക്കുന്ന ടാസ്കുകൾ അത് പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുപോലെ ഈ ഓൺലൈൻ ഗെയിമുകൾ ആ കുട്ടികളെ വളരെ അരക്ഷിതമായിട്ടുള്ള മാനസികാവസ്ഥയിലേക്കും അസ്വസ്ഥതയിലേക്കും കൊണ്ടുപോയിട്ട് അത്തരത്തിൽ മരണത്തിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ഗെയിം കളിച്ച് ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വീട്ടിലെന്തായാലും ചില അസ്വസ്ഥതകൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ തന്നെ, കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ നമ്മളുടെയൊക്കെ തൊട്ടടുത്ത് ഉള്ള ഒട്ടുകുട്ടിക്ക് കുട്ടികളെ കാണുമ്പോഴും പല കുട്ടികളുടെ അടുത്തുനിന്ന് ഒരുപാട് എമൗണ്ട് അവരുടെ പാരന്റ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു. ആ എമൗണ്ട് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും പാരന്റ്സ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത്. ഞാൻ ഇന്ന് തന്നെ ഇപ്പൊ ഈ ഫ്രീ ഫയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗെയിം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ സുപരിചിതമായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. അതിൻ്റെ അകത്ത് തന്നെ ഓരോ ടാസ്കുകൾ പൂർത്തിയാക്കുന്നതിനും അതുപോലെ ആ ഗെയിമുമായി ബന്ധപ്പെട്ട് അവർക്കിപ്പോ ഡയമണ്ട് പൊട്ടിക്കുക എന്ന് പറയുന്ന കുട്ടികളുടെ ഇടയിലുള്ള ഒരു പ്രയോഗമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് 1000 രൂപ, 2000 രൂപ, 5000 രൂപ അങ്ങനെ എമൗണ്ട് പോയി 50,000 രൂപയും 1,00,000 രൂപയും ഒക്കെ പോയ കുട്ടികളും പാരന്റ്സും ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഗെയിമുകൾ കൊടുക്കുന്ന ഒരു അട്രാക്ഷൻ ഉണ്ട്. ഓരോ ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ത്വര, അത് ഈ ഗെയിം ഒരു ലഹരിയാണെന്ന് നമുക്കറിയാം. ഈ ലോകത്തിൽ നമ്മൾ പലപ്പോഴും ഈ ലഹരിയെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് പൊതുവായി ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. പക്ഷെ ഇന്റർനെറ്റിന്റെ ലഹരിയാണ് ഏറ്റവും വലിയ ലഹരി എന്നും ആ ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ അത് ഏത് തരത്തിലാണെങ്കിലും, ഇപ്പോ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം മുതലെല്ലാം ഒരു ലഹരിയാണ്, റീൽസ് കാണുന്നത് ഒരു ലഹരിയാണ് എന്ന് പറയുന്ന പോലെ ഈ കുട്ടികളെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് അവരുടെ ആ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ വളരെ ഗൗരവമായ രീതിയിലുള്ള ഈ സ്വഭാവ വൈകൃതങ്ങളും സ്വഭാവ സവിശേഷതകളും ഈ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഗെയിമുകൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. അത് ഈ കുട്ടികളെ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഈ വെളിച്ചത്തിലേക്ക് ഈയാമ്പാറ്റയെ ആകർഷിക്കുന്നത് പോലെ തന്നെ അറിവില്ലായ്മ കൊണ്ട് ഈ കുട്ടികൾ പോയി എത്തിപ്പെടുന്നതാണ്. അതിന്റെ ഈ വലയത്തിൽ പോയി പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ മാത്രം പരിശ്രമം കൊണ്ട് പലപ്പോഴും, അതായത് ഈ ചിലന്തി വലയിൽ അകപ്പെട്ടിട്ട്
അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സാഹചര്യം ഉണ്ടാകുന്ന കുട്ടികളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അപ്പോ ഈ ഗെയിമുകൾ പോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പോ ഈ കൊറിയൻ ഡ്രാമ പോലെയുള്ളതാണേലും കൊറിയൻ ഗെയിം ആണേലും ഇവൻ നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടികൾ വളരെ പ്രചുര പ്രചാരം നേടിയിട്ടുള്ള ഗെയിമുകളാണേലും അതിൻ്റെ അകത്തൊക്കെ പെട്ടുപോകുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ നമ്മൾ അറിയുന്നത് ഈ ഇതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവര് ആത്മഹത്യ ചെയ്യാനോ ജീവൻ വെടിയാനോ ഒക്കെ തീരുമാനിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ്. പലപ്പോഴും പാരന്റ്സും ഈ കുട്ടികളുമായി ബന്ധപ്പെടുന്നവരും അധ്യാപകരും ഒക്കെ ഒരു സേഫ് സോണിൽ ഇങ്ങനെ വിചാരിക്കുന്നത് എന്റെ കുട്ടി അതിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കുട്ടിയെയും ഈ അപകടം പതിയിരിക്കുന്നുണ്ടെന്നും നമ്മുടെ കുട്ടിയും ഈ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതുമാണ്. അപ്പോ ആദ്യം ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അത് കുട്ടികൾ അങ്ങനെ. പക്ഷേ ഈ കുട്ടികളുടെ ഫോർമേഷനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നും. അപ്പോ അവര് ഈ പലപ്പോഴും ഈ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റൂമിൽ കയറി മുറി അടച്ചിട്ടിട്ട് ഇരിക്കുന്ന കുട്ടികളും അതുപോലെ ഈ പഠനത്തിൽ പിന്നോക്കം വരുന്ന കുട്ടികളും വളരെ പെട്ടെന്ന് സൗഹൃദം നഷ്ടപ്പെടുന്ന കുട്ടികളും ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളും അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മുടെ ഗൗരവമായ ശ്രദ്ധയിൽ പെടേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയ ലോകത്തിന് മുമ്പിൽ തന്നെ വെച്ച ഒരു മാതൃക എന്ന് പറഞ്ഞിട്ടാണ് അവർ അവതരിപ്പിച്ചത്. വളരെ ഭംഗിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് കുട്ടികൾ ഉപയോഗിക്കുന്ന കൗമാരക്കാർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിമിതപ്പെടുത്തുകയും ഒട്ടുമിക്ക അക്കൗണ്ടുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ്. അത് ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിനു മുമ്പും അതിനുശേഷവും ഉണ്ട്. ഇപ്പൊ സ്പെയിനില് അത്തരത്തിലുള്ള ചെറിയ ഇനീഷ്യേറ്റീവ് ഉണ്ട്, പോർച്ചുഗലിൽ അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇപ്പോ ഗോവയിൽ ഈ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല, പക്ഷെ നിയമം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റേതൊരു നിയമത്തിന്റെയും ഒരു കാലതാമസം പോലെ ഇത്തരം ഒരു കാര്യം വൈകരുത് എന്നുള്ളതാണ് ഗവൺമെന്റിനോടുള്ള ഒരു അഭ്യർത്ഥനയും കൂടി. അപ്പൊ അതുകൊണ്ട് ഇത് കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അടുത്ത ഒരു ജനറേഷന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഈ ഗെയിമുകളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുകയും ഈ കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളെ പരിമിതപ്പെടുത്തുകയും അത് പരിമിതപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ അത് പാരന്റ്സിനും കൊടുക്കണം, അധ്യാപകർക്കും കൊടുക്കണം, ഈ കുട്ടികളുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും കൊടുക്കണം. അതും അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പല രാഷ്ട്രങ്ങൾ ഇപ്പോൾ നമുക്ക് മുൻപിൽ നിന്ന് ചെയ്തു കാണിച്ചു തരികയാണ് കുട്ടികൾക്ക് ചില നിയന്ത്രണങ്ങൾ എല്ലാം തന്നെ. ശ്രീമതി റോണിയ റോസ്, ഇപ്പോൾ കുട്ടികൾ സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാം, അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ കുട്ടികൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഈ മൊബൈൽ ഗെയിമുകൾ വെറുമൊരു വിനോദമല്ല എന്ന് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചിരുന്നു, മറിച്ച് മയക്കുമരുന്നിനേക്കാൾ കഠിനമായ ലഹരിയായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ പിന്നിൽ ഒരു സൈക്കോളജി ഉണ്ടാവുമല്ലോ. എന്താണ് ആ സൈക്കോളജി അങ്ങേക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മുടെ ബ്രെയിനിൽ ഒരു എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളുടെ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മളുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഉള്ള കഴിവുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു കുട്ടി ഒരു മൊബൈൽ ഗെയിമോ മറ്റോ കളിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നതും. കാരണം മൊബൈൽ ഗെയിമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് വളരെ അധികം കളർഫുൾ ആയിരിക്കും, ഒരു ലെവൽ കഴിഞ്ഞ് മറ്റൊരു ലെവലിലേക്ക് കടക്കും. പല ലെവലുകളിലും അവർക്ക് റിവാർഡുകൾ കിട്ടുന്നുണ്ട്, ഇതുപോലെ കോയിൻസ് കിട്ടുക, അങ്ങനെ പല റിവാർഡുകൾ കിട്ടുന്നുണ്ട്. അപ്പോ ഡോപ്പമിൻ എന്ന് പറയുന്നത് റിവാർഡ് ഹോർമോൺ ആണ്. അതായത് നമുക്ക് റിവാർഡ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു ഫീൽ ഗുഡ് തോന്നും. അപ്പോൾ ഈ ഒരു ഫീൽ ഗുഡ് ആണ് ഈ കുട്ടികളെ ഇതിന് അടിമകളാക്കുന്നത്. കാരണം ഇത് കൂടുതലായിട്ട് വരുന്നത് കുട്ടികൾക്ക് മറ്റു കാര്യങ്ങളിൽ ഒന്നും ആ ഒരു ഫീൽ ഗുഡ് കിട്ടുന്നില്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഗെയിമുകളിലേക്ക് കടക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലഹരി തന്നെയാണ്. അതായത് ലഹരി എങ്ങനെയാണോ മനുഷ്യന്റെ തലച്ചോറിനെ ബാധിക്കുന്നത് അതുപോലെ തന്നെ ബാധിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഒരുപക്ഷെ കുറച്ച് മുതിർന്ന ആൾക്കാരെ ഇത് ഒത്തിരി ബാധിക്കില്ല, അവർ കുറച്ച് ഗെയിം കളിച്ചാൽ പോലും അവരെ അത് ഒരുപാട് എഫക്ട് ചെയ്യില്ല. ഇതിനൊരു കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ തലച്ചോറ് എല്ലാവരുടെയും തലച്ചോറ് ഒരു മെച്യൂറേഷൻ സ്റ്റേജിൽ എത്തുന്നത് ഒരു 25 വയസ്സിനൊക്കെ ശേഷമാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ ബ്രെയിൻ സ്റ്റിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ അതില് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരുപാട് സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കും ബ്രെയിനില്. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തില് ഈ ചെറിയ ഗെയിമുകള് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ റിവാർഡുകള്
പറയുമ്പോൾ അവർക്ക് നേരിട്ട് ആരും റിവാർഡുകൾ കൊണ്ടു കൊടുക്കുന്നില്ല. പക്ഷെ അതിലാ കാണുന്ന ആ ഒരു ചിലപ്പോ ഒരു കോയിൻ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർ കിട്ടുന്നതായിരിക്കാം. ഇതിനെല്ലാം കുട്ടികൾ വളരെയധികം സന്തോഷത്തിലാണ് സ്വീകരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കുട്ടികൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും, നമുക്കറിയാലോ. അപ്പോ ഇത്തരത്തിലാണ് ഇത് അവരെ അടിമകളാക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഒരു ഈ ഗാസിയാബാദിലെ കുട്ടികളുടെ മരണത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അവരുടെ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലഹരി മാത്രമായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അവരുടെ ഫാമിലി അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടെന്ന് അവരുടെ ഡയറി നമുക്ക് പത്രത്തിലും മറ്റ് ഓൺലൈൻ വെബ്സൈറ്റുകളിലും കുറച്ച് അവൈലബിൾ ആണ്. അതിൽ കൊടുത്തിരിക്കുന്നത് ഈ കുട്ടികൾ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോ ആ കുട്ടികൾ മുറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഐ ആം വെരി വെരി ലോൺലി, ഐ ആം വെരി വെരി അലോൺ എന്നൊക്കെ ആ റൂമിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അതായത് കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങള്, അവരനുഭവിക്കുന്ന ഒറ്റപ്പെടല്, ഇതും അവരെ ഇത്തരത്തിലുള്ള ഗെയിമുകൾക്ക് അടിമകളാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ആഗ്രഹിക്കുന്ന ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു റിവാർഡ് അവർക്ക് വേറെ എവിടുന്നും കിട്ടുന്നില്ല. അവർക്ക് കിട്ടുന്നത് ഈ ഒരു അവര് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഓൺലൈൻ ഗെയിം എന്നാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. മാത്രമല്ല അവരുടെ ഒരു ഹിസ്റ്ററി ഞാൻ മനസ്സിലാക്കിയത്, ഈ കുട്ടികൾ 2-3 വർഷമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. അവര് എപ്പോഴും വീട്ടിൽ തന്നെയാണ്. എന്തൊക്കെയോ അവരുടെ ഫാമിലി സാഹചര്യങ്ങൾ കാരണം എപ്പോഴും മുറിയിലിരുന്ന് ഗെയിം കളിക്കുക. അവർ പഠനത്തിൽ വളരെ പിന്നോക്കമായിരുന്നെന്ന് പറയുന്നു. അപ്പൊ അവർക്ക് അവർ പഠിക്കുന്ന സ്ഥലത്തോ സ്കൂളിലോ ഒന്നും അവർക്കൊരു വാലിഡേഷൻ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ്. അതായത് അവര് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഗെയിമിലാണ്. അവര് പറയുന്നതായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്, അതായത് അവരെ കൊറിയക്കാരായിട്ടാണ് അവര് കൺസിഡർ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ഇന്ത്യക്കാരാണ്, പക്ഷെ അവര് കൊറിയക്കാരാണ്. അതെന്തോ ഒരു മഹത്തരമായ ഒരു കാര്യമായിട്ടാണ് അവരതിനെ കാണുന്നുണ്ടായിരുന്നത്. അപ്പോ അവർക്ക് അവരേനെ എല്ലാവരും അംഗീകരിക്കുന്നത്, അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. അപ്പൊ അവര് ഒരുപാട് പേര് അംഗീകരിക്കുന്നത്, അവരേനെ വാല്യൂ ചെയ്യുന്നത്, അവർക്കൊരു വാലിഡേഷൻ കിട്ടുന്നത് ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരുന്നു. അതും അവരേനെ ഇത്തരത്തിലൊരു അടിമകളാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഒരു കുട്ടിക്ക് വളർന്നു വരുന്ന സാഹചര്യത്തില് വീട്ടിൽ വേണ്ട വിധത്തിലുള്ള പരിഗണന അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ അവര് മറ്റു പല കാര്യങ്ങളിലേക്കും തിരിയാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓൺലൈൻ വേൾഡുകളിൽ അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്താനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോ ഈ പേരൻസ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കുട്ടികൾക്ക് ആ ഒരു വളർന്നു വരുന്ന പ്രായത്തില് ഇമോഷണൽ വാലിഡേഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനമാണ്. അത് പാരന്റ്സ് വേണ്ട വിധത്തിൽ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലേക്കും സോഷ്യൽ മീഡിയകളിലേക്കും, അതുപോലെ അവരുടെ ഒരുപാട് വിർച്വൽ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അതിലും അവർ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഈ ഒരു കാര്യത്തില് എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമുക്ക് കാണാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിൽ ശ്രദ്ധിക്കാവുന്ന പാരന്റ്സിന് മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതൊരു അഡിക്ഷൻ ആയി മാറിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അവര് എപ്പോഴും അതായത് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവര് ഈ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഗെയിമുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒരു അഡിക്ഷന്റെ ഒരു സിഗ്നൽ ആണ് അല്ലെങ്കിൽ ഒരു സിംറ്റം ആണ്. അതുപോലെ തന്നെ അവര് എപ്പോഴും കോൺസ്റ്റന്റ്ലി ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗെയിംസിൽ പോയിന്റ്സ് കയറി അല്ലെങ്കിൽ എത്ര ലൈക്സ് കിട്ടി, അവർക്ക് ഉറക്കമില്ലാതാവുക, പഠനത്തിൽ പുറകോട്ട് പോവുക, അതുപോലെ തന്നെ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വരിക. ഇതെല്ലാം നമ്മൾ പറയില്ലേ, ഒരു വ്യക്തി മദ്യത്തിന് അടിമയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ സിംറ്റംസ് ആ വ്യക്തിയും കാണിക്കും. അതായത് മദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇത് എപ്പോഴും കിട്ടിയില്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുക, അപ്പൊ കൈവിറക്കുക, അതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുക. അപ്പൊ ഇത്തരത്തില് തന്നെ ഈ കുട്ടികളിലും ഇത്തരത്തില് സിംറ്റംസ് കാണിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഈ വിദ്യാർത്ഥികളും ഒരു ആത്മഹത്യ എന്നുള്ള ഒരു ഇതിലോട്ട് കടന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ കുട്ടികൾക്ക് എന്താണ് ശരി അല്ലെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഫേസ് ചെയ്യാം എന്നുള്ള കാര്യത്തില് അവർക്കൊരു ധാരണ ഉണ്ടായിരിക്കില്ല.
അവരെപ്പോഴും ഇപ്പൊ ആ കുട്ടികളുടെ തന്നെ ലെറ്ററിൽ ഞാൻ വായിച്ചാണ്, ഇത് നിങ്ങൾ ഈ ഒരു ഡയറി നിങ്ങൾ വായിക്കണം, ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗെയിം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ കുട്ടികൾ എപ്പോഴും അതിന് ഒരു വാശിയാണ് അവർക്ക് ആദ്യം വന്നിട്ടുണ്ടായിരിക്കുക. അതായത് അവരുടെ കയ്യിൽ നിന്ന് ആ ഗെയിം തട്ടിയെടുത്തു, അല്ലെങ്കിൽ അവരെ ആ ഗെയിം കളിക്കാൻ സമ്മതിച്ചില്ല. ഈ ഒരു കാര്യം കൊണ്ട് അവരുടെ ഉള്ളിൽ വന്നിട്ടുള്ള വാശി, ആ വാശി എന്ന് പറയുന്നത് അവർക്ക് അവരെ ഒരു നെഗ്ലക്ട് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ടാവാം, അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാത്തത് പോലെ തോന്നിയിട്ടുണ്ടാവാം. അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ ആദ്യം ചെയ്തത് അവരുടെ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ആ കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവര് ഇത്രയും ഈ 3 പേരും കൂടെ തീരുമാനിച്ചുറപ്പിച്ച് അവരൊരു ആത്മഹത്യ എന്നുള്ള ഒരു ഇതിലേക്ക് പോയത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനോ അതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ അവർക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഇപ്പൊ മുതിർന്നവർക്ക് പോലും പലപ്പോഴും പല കാര്യങ്ങളിലും ഡിസിഷൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രെയിനുള്ള കുട്ടികളുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. അവർക്കും പല കാര്യങ്ങളിലും ഒരു തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോ പേരൻസ് ആണ് ഇതിന് എല്ലാം അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. കാരണം എങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനെ കോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് അതിനെ എങ്ങനെ നേരിടണം, ഇത് കുട്ടികൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും പാരന്റ്സ് ആണ്. ഇതിൽ പാരന്റ്സിന്റെ ഒരു ശിക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോ ഈ ഒരു കേസിൽ തന്നെ നമ്മൾ കണ്ട അവരുടെ പാരന്റ് ചെയ്ത് എന്താന്ന് വെച്ചാല്, ഈ കുട്ടികളുടെ മൊബൈല് നിർബന്ധമായിട്ട് മേടിച്ച് അത് അവർക്ക് തീരെ മൊബൈൽ കൊടുക്കാതെ ഇരുന്നു. അവരെ തീരെ ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഗെയിമോ ഒന്നും ആക്സസ് ചെയ്യാൻ അനുവദിക്കാതെ കംപ്ലീറ്റ് അവരെ ഷട്ട് ഡൗൺ ചെയ്തു. അപ്പൊ അതില് ന്യൂസിൽ നമുക്ക് പിന്നെയും വായിക്കാം, അതായത് അവർ ഒരുപാട് വെബ് സീരീസും TV സീരീസും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ്, പക്ഷെ ഒന്നും കാണാനായിട്ട് അവരെ സമ്മതിച്ചിരുന്നില്ല. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു ഫ്രസ്ട്രേഷനും ഒരു വാശിയും ഇതെല്ലാം ആയിരിക്കും ആ കുട്ടികളെ ഒരു സൂയിസൈഡിലോട്ട് നയിച്ചത്. അപ്പോ തീർച്ചയായിട്ടും വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. അതായത് പേരന്റിങ്ങിനെ കുറിച്ച് നമുക്ക് അങ്ങോട്ട് വരാം. പക്ഷെ ഞാൻ പറഞ്ഞത്, ഈ 3 കുട്ടികൾ ഉണ്ടായിട്ടും അവർ തമ്മിൽ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അവർക്ക് വല്ലാണ്ട് ഉണ്ടായി എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റുള്ള കാര്യങ്ങളിലേക്ക് അങ്ങയിലേക്ക് ഞാൻ വരാം. ശ്രീ സാബു ജോസ്, ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു വാർത്ത മാത്രമല്ല, അത് സമൂഹത്തിൻ്റെ മനസ്സിനെയും മൂല്യബോധത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു സെൻസിറ്റീവ് സാമൂഹ്യ സംഭവമാണ്. എന്നിരുന്നാൽ തന്നെ ഈ കുട്ടികളുടെ ആത്മഹത്യാ പ്രവണത കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും. അത് ഇന്ന് രാവിലെ തന്നെ പാലക്കാട് സംഭവിച്ച ഒരു കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അതായത് ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് 7ാം ക്ലാസ്സുകാരനാണ് ആത്മഹത്യ ചെയ്തത്. വളരെ സങ്കടകരമായ, നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത മരണങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ അവയെ ആഘോഷിക്കുകയാണോ എന്ന വലിയൊരു ചിന്ത നമ്മുടെ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ഇതെല്ലാം ഈ മാധ്യമങ്ങളെല്ലാം കണ്ടു തന്നെയാണ് നമ്മളുടെ കുട്ടികൾ എല്ലാം വളരുന്നത്. അപ്പോൾ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കുട്ടികൾ കാണുകയാണോ? മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് ഈ കുട്ടികളുടെ ആത്മഹത്യക്ക് വലിയൊരു കാരണമാകുന്നുണ്ടോ? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? മാധ്യമങ്ങളുടെ ദൗത്യം ആനുകാലിക സംഭവങ്ങൾ, വാർത്തകൾ, വീക്ഷണങ്ങൾ എന്നിവ അറിയിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ അറിയിക്കണം എന്നത് മറ്റൊരു വിഷയമാണ്. അപ്പോ കൂടുതൽ ചർച്ച ചെയ്യുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ആത്മഹത്യ ഒരു മഹത്തായ സംഭവം പോലെ, അത് നിരന്തരമായി കാണേണ്ട അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ട കാര്യം പോലെ അവതരിപ്പിക്കുന്ന വളരെ തെറ്റായ ഒരു പ്രവണത നമുക്കുണ്ട്. കൂടുതൽ പേർ വായിക്കുന്ന പത്രത്തിന്റെ 1ാം പേജിൽ കൊടുക്കേണ്ട വാർത്ത അല്ല ഇത്തരം സംഭവങ്ങൾ. അമിതമായ പ്രാധാന്യം കൊടുക്കുക. ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ അതിന്റെ പരിപാടികളെല്ലാം അക്രമത്തെയും എന്താ പറയാ, നമുക്ക് ഉചിതമല്ല, മൂല്യങ്ങൾക്ക് വിരുദ്ധമായ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് വളരെ വിസ്തരിച്ച് ദിവസങ്ങളോളം എടുത്ത് അതിന് മാന്യത നൽകുന്ന ഒരു സംഭവം വരുമ്പോൾ അതിന് ഒരു ആകർഷണം, ഒരു താല്പര്യം കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ വരും. നമുക്കറിയാം, ഏറ്റവും അടുത്ത് വളരെ വിവാദമായ ബാംഗ്ലൂരില് സ്വയം വെടിയേറ്റ് മരിച്ച 4 മാസമായിട്ട് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു എന്ന വിവരമാണ് നാം അറിയാം. അപ്പോൾ തന്നെ അദ്ദേഹം ഈ 4 മാസം മാധ്യമങ്ങളോട് പറഞ്ഞതെല്ലാം മറ്റൊരു കഥയും മറ്റൊരു ലോകവുമായിരുന്നു.
പരസ്യങ്ങൾ കിട്ടിയത് കൊണ്ട് അവര് അദ്ദേഹത്തെ ഇപ്പോഴും അല്ലെങ്കിൽ ലൈവായിട്ട് ഓർക്ക് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ സംസ്കാര ചടങ്ങുകള് ലൈവായി കൊടുക്കുന്ന കോടികൾ ലഭിച്ചതിന്റെ നന്ദിയാണ്. നമ്മൾ കുട്ടികളിലേക്ക് വരുമ്പോ നമുക്ക് നല്ല സ്കൂളുകളുണ്ട്, പക്ഷെ സുരക്ഷിതമായ ഒരു മാനസികാരോഗ്യം കുട്ടികൾക്കുണ്ടോ എന്ന് അറിയാതെയാണ് മാതാപിതാക്കളും അധ്യാപകരും അവരെ നിരീക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, സുരക്ഷിതമായ ഒരു മനസ്സും സ്നേഹിക്കുന്ന ഒരു കുടുംബവും ഇല്ലാത്തടത്ത് കുഞ്ഞുങ്ങള്, വലിയവര് മാത്രമല്ല കുട്ടികള്, അവര് ജീവിതം വേണ്ടെന്ന് വെക്കാം. ജീവനെ സ്നേഹിക്കാന് ആദരിക്കാനുള്ള ഒരു മനോഭാവം മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. ഈ വന്ന പത്രങ്ങളിൽ വന്ന നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയങ്ങളിലാകട്ടെ 10 വയസ്സ് കഴിഞ്ഞുള്ളവരാണ്. മാതാപിതാക്കള് തമ്മിൽ കലഹമോ പ്രശ്നമോ അവരെ മക്കളെ മനസ്സിലാക്കാൻ പറ്റാത്ത അന്തരീക്ഷമുള്ള സ്ഥലങ്ങളിലാണ് അവർ ഇഷ്ടപ്പെട്ട സുരക്ഷിത മാർഗങ്ങളിലേക്ക്, ഗെയിമാകട്ടെ, സൗഹൃദങ്ങളാകട്ടെ, വായനയാകട്ടെ, മറ്റൊക്കെ കാര്യങ്ങളിലേക്ക് നീങ്ങുക. അപ്പൊ എന്റെ കുഞ്ഞ് എന്ത് കാണുന്നു കേൾക്കുന്നു എന്ന് മാതാപിതാക്കൾ നോക്കണം. പക്ഷെ മാധ്യമങ്ങളെ കുറിച്ചാണല്ലോ എന്നോട് ചോദിച്ചത്. മാധ്യമ ദൗത്യം എന്നത് മൂല്യങ്ങളുടെ സംപ്രേഷണമല്ല, പരമാവധി റീച്ച്, അതിന്റെ പ്രേക്ഷകരുടെ എണ്ണം കൂട്ടുക, ചർച്ചകളിലേക്ക് ആൾക്കാരെ നയിക്കുക എന്നത് വരുമ്പോൾ അതിന്റെ 1-ാം പേജിലും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ അതിന്റെ പ്രധാന പരിപാടികളിലും ഒട്ടും പ്രാധാന്യം നൽകി അവതരിപ്പിക്കാത്ത അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ പാടില്ലാത്ത ഈ കുറ്റകൃത്യങ്ങളും ആത്മഹത്യയൊക്കെ പ്രധാന വാർത്തയായി മാറുമ്പോൾ അതിനോടൊരു ആകർഷകം തോന്നുക സ്വാഭാവികമാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ വ്യവസായ താല്പര്യങ്ങളും കച്ചവടത്തോട് ചേർന്നാണ് അതിന്റെ വളർച്ച എന്നതുകൊണ്ട് മൂല്യങ്ങളുടെ സംപ്രേഷണമാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്ന് നമുക്ക് ധരിക്കാൻ പാടില്ല. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ, പുതിയ മാധ്യമങ്ങൾ, ഓൺലൈനൊക്കെ ഏത് സംഭവത്തെയും മനോഹരവും അല്ലെങ്കിൽ വികൃതവും വികലവുമാക്കിയാലും അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശവും അവർക്കുണ്ട്. അപ്പോ മാധ്യമ ദൗത്യം എന്നത് മനുഷ്യ മനസ്സുകളെ മലിനമാക്കുന്നതല്ല, മറിച്ച് നവീകരിക്കുന്നതും. ഇന്ന് ഞാൻ നോക്കുകയാണ്, മലയാള മനോരമയുടെ 1-ാം പേജ് 7 കോളം കൊടുത്തിട്ട് ദൈവകൃപയാൽ അവര് എങ്ങനെ നേരിടണമെന്ന് 1-ാം പേജിൽ തന്നെ നൽകി. വാർത്തകൾ നൽകുമ്പോൾ അതിന്റെ മറുവശം, ഒരു തിന്മയാണ് സംഭവിച്ചത്, അത് ജനങ്ങളെ അറിയിക്കണമെങ്കിൽ അത് ഇനി മറ്റൊരാൾ ആവർത്തിക്കരുത് എന്ന രീതിയിൽ അപ്പോൾ തന്നെ പറയേണ്ടതുണ്ട് എന്നതാണ് അതിന്റെ മിനിമം മര്യാദയും അതിന്റെ ധാർമ്മികതയും. പലപ്പോഴും അത് പറയാതെയാണ് മാധ്യമങ്ങൾ, അല്ല ദൃശ്യമാധ്യമങ്ങളാകട്ടെ അച്ചടി മാധ്യമങ്ങളാകട്ടെ, ആ വാർത്തയെ അങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നത്. ആ വാർത്തയിൽ തന്നെ അതല്ലായിരുന്നു വഴിയെന്നും അത് തെറ്റായിരുന്നുവെന്നും വാർത്തയോടൊപ്പം വീക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു സമീപനമുള്ള മാധ്യമങ്ങൾ വളരെ കുറവാണ്. ഇപ്പൊ ഷെക്കിന TV ഇതിന്റെ ഒരു മറുവശം ചർച്ച ചെയ്യുന്നത് ആ മൂല്യബോധത്തിലേക്ക് നമ്മുടെ പ്രേക്ഷകരെയും സമൂഹത്തെയും നയിക്കുക എന്നുള്ളതാണ്. അത്തരം ചിന്തകളല്ലല്ലോ മിക്കവാറും ഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് മാധ്യമ വീതിയിൽ പ്രവേശിക്കുന്ന നമ്മുടെ കുട്ടികൾ, കിനാര മാധ്യമങ്ങളാകട്ടെ, ഗെയിം അടക്കമുള്ള അവരുടെ വിനോദോപാധികളാകട്ടെ, അവർ എന്തു കാണുന്നു കേൾക്കുന്നു എന്നത് നിയന്ത്രിക്കുവാനുള്ള മനോഭാവം കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ ഉള്ളവർക്ക് വേണം. അവരറിയാതെ പോകുമ്പോഴാണ് ഇപ്രകാരമുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലും കൊച്ചിയിലും ഒക്കെ ആവർത്തിക്കുന്നുണ്ട്. ചിലത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട മനഃശാസ്ത്ര മനോരോഗ വിദഗ്ധരുടെ അടുത്ത് ഈ കുട്ടികളുടെ മനോവൈകല്യവുമായി ബന്ധപ്പെട്ട ചികിത്സകളാണ് ഇപ്പോൾ ഏറെ നടക്കുന്നതെന്നും വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ. കുറച്ച് ചോദ്യങ്ങൾക്ക് അപ്പോൾ ഞാൻ ഈ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞത്, പല ആത്മഹത്യകളും വരുമ്പോൾ വല്ലാതെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതുകൊണ്ടാണ്, അങ്ങാണെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം പഠനങ്ങൾ നടത്തിയ വ്യക്തിയുമാണ്, അതുകൊണ്ടാണ് അങ്ങയോട് ആ കാര്യങ്ങൾ ചോദിച്ചത്. ഫാദർ സജി വട്ടുകളത്തിൽ അങ്ങിലേക്ക് വരികയാണ്. നോക്കൂ, ആദ്യമൊക്കെ ഒരു രസത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുക, അറിയാം, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ലെഷർ ടൈം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പങ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ജീവിതം തന്നെ തകർക്കാൻ പാകത്തിലേക്ക് ഈ സാമൂഹ്യ മാധ്യമം വളർന്നു കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ എവിടെയാണ് നമുക്ക് പിഴച്ചു പോയത്? എവിടെയാണ് നമ്മുടെ കൗമാരങ്ങൾ, നമ്മുടെ കുട്ടികൾ കാലിടറിപ്പോയത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഗെയിമുകൾ കൊണ്ടുവരുന്ന അപകടങ്ങൾ, അത്തരം കാര്യം, അതിന്റെ പ്രവണതയായിരുന്നു. ഇപ്പൊ റോജി ചോദിച്ചതുപോലെ
ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നതിൽ സാമൂഹ്യ മാധ്യമം ഇപ്പൊ ജസ്റ്റ് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ആ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറച്ചു മുമ്പ് നമ്മളോട് സംസാരിച്ച റോണിയെ പറഞ്ഞതുപോലെ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ കാലത്ത് ആ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ രീതിക്കനുസരിച്ച് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. ആ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തിന് അപ്പുറത്തേക്ക് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊക്കെ ഈ സാമൂഹിക മാധ്യമങ്ങൾ കാരണമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ 25 വയസ്സ് എത്തുമ്പോഴേക്കും ഇല്ലെ 23 വയസ്സ് എത്തുമ്പോഴേക്കുമാണ് ഒരു മനുഷ്യന്റെ ബ്രെയിൻ അതിന്റെ പൂർണ്ണമായ വികാസം പ്രാപിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുക. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ SCERT ആണേലും NCERT ആണേലും ഈ പഠന മേഖലകളിലൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സിലബസുകളൊക്കെ അതാത് പ്രായത്തിലുള്ള കുട്ടികൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷേ അത് അങ്ങനെ അല്ലാതെ വരുന്ന ഒരു കാര്യം ഈ കുട്ടികളുടെ അമിതമായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടൽ, ഉപയോഗം, അവര് അതിൽ ഇമേഴ്സ് ചെയ്യപ്പെടുകയാണ്. അതിലിങ്ങനെ മുങ്ങിക്കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും കുട്ടികളെ കാണുമ്പോൾ അത് വളരെ ചെറിയ കുട്ടികളായിക്കോട്ടെ, ഇപ്പോ LKG വരാത്ത കുട്ടികളുടെ അടുത്തുനിന്ന് പോലും അച്ഛനോ അമ്മയോ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും ഏത് രീതിയിലാണ് ആ കുട്ടികൾ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ എല്ലാ വീടുകളിലും ആളുകൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്, മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അത് കുറച്ച് മുതിർന്ന കുട്ടികളാകുമ്പോൾ അതിനനുസരിച്ച് ഈ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഈ കുട്ടികൾ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ ഇന്ന് പല ആളുകളോടും ഈ കുട്ടികൾ മരിച്ചതുമായി ബന്ധപ്പെട്ട ഈ സീരീസുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച്, അത് കൊറിയൻ സീരീസുകൾ, കൊറിയൻ ഡ്രാമകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ പല കുട്ടികളും, അതായത് പ്രത്യേകിച്ച് ഒരു കൗമാരത്തിലുള്ള കുട്ടികളൊക്കെ ഈ കോവിഡിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. ആ കാലത്താണ് ആളുകൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ചു തുടങ്ങുകയും ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ ആകർഷണീയരാകുകയും ചെയ്തത്. ഇപ്പൊ ചില ഈ കൊറിയൻ ഡ്രാമകളിലെ കഥാപാത്രങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ട്, അവരുടെ ജീവിതത്തിന്റെ ഓരോ ഈവന്റും ഓർത്ത് വെച്ച് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വ്യാപകമായ രീതിയിൽ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നതുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളുകളിലുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ നമ്മുടെ സാധാരണ കേരളത്തിലെ ഏറ്റവും നാട്ടുംപുറങ്ങളിലുള്ള കുട്ടികൾ ഈ പറയുന്ന ഗെയിമുകൾ കളിച്ചിട്ട് അവരുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ എമൗണ്ടുകൾ പാരന്റ്സിന്റെ നഷ്ടമാകുന്ന കാര്യങ്ങളുണ്ട്. അത് പിന്നെ കേസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു. ഈ കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത്. അപ്പൊ ഓരോ കുട്ടികളും ഇത് കളിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. റോജി, എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഈ ചർച്ചയുടെ ഈ ടാഗ്ലൈനിൽ പറഞ്ഞിരുന്ന പോലെ ഈ പാരന്റിങ് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഒരു ബഹുഭൂരിപക്ഷം മനുഷ്യരുടെയും വിചാരം എന്ന് പറയുന്നത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ, അവർക്ക് അത്യാവശ്യം മാന്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അവർക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സ്, മറ്റു കാര്യങ്ങൾ, ഈ കുട്ടികൾ ചോദിക്കുന്ന കാര്യങ്ങൾ, അത്യാവശ്യം അവർക്ക് ആവശ്യപ്പെടുന്ന ഭക്ഷണം, ഈ കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഒരു പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് മനുഷ്യര് നമ്മുടെ അടുത്തുണ്ട്. പലപ്പോഴും നമ്മൾ ഈ കുട്ടികളുടെ പാരന്റ്സും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇനി എന്താണ് ഫാദർ ചെയ്യേണ്ടത്? അവൻ ചോദിക്കുന്നില്ല, അവൾ ചോദിക്കുന്ന എല്ലാം കൊടുക്കുന്നുണ്ട്, അവർക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ മാനസിക വളർച്ചയിൽ ഈ പാരന്റ്സിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നും ഈ കുട്ടികളോടൊപ്പം ഇരിക്കുവാനും കുട്ടികളോട് സംസാരിക്കുവാനും കുട്ടികളുടെ അടുത്ത് സമയം ചെലവഴിക്കാനും ഒക്കെ ഉള്ള ഒരു സമയം ഈ പാരന്റ്സ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള, നമ്മൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം നിജപ്പെടുത്തണം, പരിമിതപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ പാരന്റ്സിന്റെ സ്ക്രീൻ ടൈമും ഈ പറഞ്ഞ രീതിയിലേക്ക് പരിമിതപ്പെടുത്തണം എന്നുള്ള ഒരു വാസ്തവമാണ്. അതായത് എല്ലാ സമയത്തും ഈ പറയുന്ന മൊബൈലിൽ ആയിരിക്കുകയും ഇല്ല ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഓക്കെ, അല്ലാത്ത സമയത്ത് എപ്പോഴും അവിടെ ആയിരിക്കുകയും ചെയ്യുന്ന ആളുകൾ മൊബൈൽ എടുക്കരുത്, നോക്കരുത്, വെക്കരുത് എന്നൊക്കെ പറയുന്നതിന്റെ അകത്ത് ചില പൊരുത്തക്കേടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പാരന്റ്സും ഈ പറയുന്ന ഒരു ഇന്റർനെറ്റ് കൾച്ചറിൽ, ഇന്റർനെറ്റ് സംസ്കാരത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ നമുക്കൊരു അൾട്രാ മോഡേൺ യുഗം എന്നാണ് നമ്മൾ വിളിക്കുക. ഈ അൾട്രാ മോഡേൺ യുഗത്തിലേക്ക് നമ്മൾ വരുമ്പോ ഈ അൾട്രാ മോഡേൺ യുഗത്തിൽ എങ്ങനെയാണ്, അതായത് പണ്ടൊക്കെ ഈ 3 കല്ലുകൾ കൂട്ടി ഉണ്ടാക്കി വെച്ചിരുന്ന മൺകലത്തിൽ അരി വേവിച്ച് കഴിച്ചിരുന്ന ഒരു കാലം, ഏത് ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും ഒക്കെ ആവിർഭാവത്തിന് മുമ്പുള്ള ഒരു കാലം. ഇപ്പൊ ഈ മൈക്രോവേവ് ഓവനിൽ ഫൈബർ പാത്രത്തിൽ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുന്ന മനുഷ്യരുടെ കാലം എന്നാണ് പറയുക.
എന്ത് വേണേലും വിരൽത്തുമ്പിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന ഒരു കാലത്ത്, അങ്ങനെയുള്ള ഒരു കാലത്ത് നമുക്ക് പാരന്റിങ്ങിന് കാതലായ ഒരു മാറ്റം വരുത്തണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴുള്ള കുട്ടികളെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫോർമേഷൻ കൊടുക്കുവാനുമുള്ള ഇമോഷണൽ ഇന്റലക്ച്വൽ മെച്യൂരിറ്റി നമ്മളുടെ ഈ പാരന്റ്സിന് വളരെ അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സാമൂഹിക സ്ഥാപനങ്ങളെല്ലാം, അത് ഇപ്പോ ഈ സഭയാണെങ്കിലും ഇല്ലെങ്കിൽ മറ്റ് സമൂഹങ്ങളാണെങ്കിലും ഇതര സംഘടന ആണെങ്കിലും മതസ്ഥരാണെങ്കിലും അവരൊക്കെ ഈ പാരന്റ്സിന്, അത് ഒരു വിവാഹത്തിലേക്ക് പോകുന്നവർക്ക് മുന്നോടിയായിട്ട് ഇപ്പൊ നമുക്ക് ഈ രൂപതകളിലൊക്കെ പ്രീ കാനൻ കോഴ്സുകൾ പോലെയുള്ള കാര്യങ്ങളുണ്ട്. ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാരും അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അവിടെ ഏറ്റവും വലിയൊരു ഫോക്കസ് ആയി മാറേണ്ടത് ഈ കാലഘട്ടത്തിലെ ഒരു ജനറേഷനെ ഡിസൈൻ ചെയ്യുന്നതിൽ, കൊണ്ടുവരുന്നതിൽ, പരുവപ്പെടുത്തുന്നതിൽ അവരുടെ പാരന്റിങ് എങ്ങനെ ആകണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൊടുക്കണം. അത് വെറുതെ ഒരു കാഴ്ചപ്പാട് ഒരു സമയത്ത് കൊടുത്തു വിടുക മാത്രമല്ല, അവർക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ പല സ്കൂളുകളിലും ഞാൻ പോകുമ്പോൾ അവിടെയൊക്കെ ആവശ്യത്തിന് കൗൺസിലേഴ്സ് ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ തന്നെ റൂളുകൾ വന്നിട്ടുണ്ട്, അതിന്റെ ഓർഡറുകൾ വന്നിട്ടുണ്ട്, അതിന് കൗൺസിലേഴ്സ് ഉണ്ട്. പക്ഷെ ആ കൗൺസിലേഴ്സിന്റെ അടുത്ത് വരുന്ന കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ അവരനുഭവിക്കുന്ന അസ്വസ്ഥതയെ കുറിച്ച് പറയുന്നത് വീടുകളുടെ ഉള്ളിലാണ്. അപ്പൊ അവരുടെ ഒറ്റപ്പെടലുകളുണ്ട്, അവരെ കേൾക്കാത്തതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഗെയിമുകളിലേക്കൊക്കെ ആവർത്തിക്കപ്പെടുന്നത്? ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് റിവാർഡ് എന്ന് പറയുന്നത്. അത് ഒരു പക്ഷെ അപ്രീസിയേഷൻ ആയിരിക്കാം. നമ്മുടെയൊക്കെ വീടുകളുടെ ഉള്ളിൽ നിന്ന് ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഇല്ലാതാകുന്നു എന്ന് പറയുന്ന ഒരു വാസ്തവമാണ്. നമ്മളുടെ ഒരു ഭാര്യ ഇല്ലെങ്കിൽ അമ്മ ഒരു നല്ല ചായ ഉണ്ടാക്കി കൊടുത്താൽ അത് നന്നായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഈ കുട്ടി കേൾക്കണം. ഒരു നല്ല ഡ്രസ് ഇട്ടാൽ അത് വെൽ ആൻഡ് ഗുഡ്, നന്നായിരിക്കുന്നു. അവനൊരു അല്പം പോസിറ്റീവായിട്ടുള്ള മാർക്ക് മേടിച്ചാൽ, ഒരു ചെറിയ നല്ല കാര്യം ചെയ്താൽ ആ പുറത്തൊന്ന് തട്ടിയിട്ട് ഇല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് മോനെ മിടുക്കനാണ് നീ, മോളെ മിടുക്കിയാണ് നീ, ഇത് നന്നായിരിക്കുന്നു, ഇത് വളരെ ഭംഗിയായിട്ടുണ്ട്, നീ ചെയ്തത് നല്ലതാണ് എന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പാരന്റ്സ് 100% വളർത്തിയെടുക്കണം. അത് സ്കൂളുകളിലും ഉണ്ടാകണം. അങ്ങനെയൊക്കെ കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികൾ ഈ പറയുന്ന ഒരു ഒഴിവ് സമയത്ത് പലപ്പോഴും ഈ സ്കൂളുകളിൽ നിന്ന് കുട്ടി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അച്ഛനും അമ്മയും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കുക, 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 പഠിക്കുക. ഈ പഠനം മാത്രമല്ല, പഠനം അവരുടെ ജീവിതത്തിന്റെ വളർച്ചയുടെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് കളിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവണം. നമ്മളുടെ നാട്ടിൻ പുറത്തിൽ നിന്നും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നും നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ നിന്നുമൊക്കെ ഈ കളിസ്ഥലങ്ങൾ അപ്രത്യക്ഷമായി പോകുന്നു എന്നുള്ളതാണ്. നമ്മളൊരു ഫ്ലാറ്റ് സംസ്കാരത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ കളിസ്ഥലങ്ങൾ, അപ്പൊ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഈ ഗവൺമെന്റ് സിസ്റ്റം തന്നെ എന്ത് ചെയ്യണം? ഈ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് അവർക്ക് ഇത്തരത്തിലുള്ള വിനോദങ്ങൾക്കുള്ള ഉപാധികൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഈ ഏറ്റവും മനോഹരമായിട്ട് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിജി തന്നെയാണ്. ഗാന്ധിജി പറയുന്ന മനോഹരമായ ഒരു ചിന്തയുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്ന അവനെയും അവളെയും അവരുടെ ജീവിതത്തിന്റെ നിയോഗം എന്നാണ്ടെന്ന് കണ്ടെത്താൻ പ്രാപ്തമാക്കുന്നത് എന്തോ അതാണ് വിദ്യാഭ്യാസം. എന്നിട്ട് പറയാണ്, അത് 4 ചുവരുകളുള്ള ക്ലാസ് റൂമിന്റെ ഉള്ളിൽ അവസാനിക്കുന്നില്ല, അത് വീട്ടിലേക്കുള്ള വഴിയിലും അവരുടെ ഉറക്കമുറിയിലും മൂട്ടുമുറിയിലും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഞാൻ പാരന്റ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കാറുണ്ട്, ആദ്യത്തെ അധ്യാപകർ ആരാന്ന് ചോദിക്കുമ്പോൾ അവർ പല ഉത്തരങ്ങൾ പറയും. പക്ഷെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്ന അച്ഛൻ അമ്മ എന്ന് പറയുന്ന, ആദ്യം അവർ പഠിച്ച പാഠപുസ്തകം ഏതാന്ന് പറയുന്ന അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇവര് പഠിച്ചത് ഇവരുടെ മാതാപിതാക്കളെയാണ്. അപ്പൊ അതുകൊണ്ട് ആ മാതാപിതാക്കളുടെ ചുവരും ഒക്കെയുള്ള ആ ഒരു അത് തന്നെയാണ് അവരുടെ കലാലയം, വീട് എന്ന് പറയുന്നത്. അപ്പൊ ആ വീടിന്റെ ഉള്ളിൽ എങ്ങനെ ഈ കുട്ടികൾ വളരുന്നു, അവരെ എങ്ങനെ പരിശീലിപ്പിക്കുന്നു, അവരെ എങ്ങനെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു, അവരെ എങ്ങനെ കേൾക്കുന്നു, അവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ വീടിന്റെ ഉള്ളിലെ ഇത്തരം കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായാൽ, അത് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അടുത്ത ചെല്ലുന്നത് പിന്നെ സ്കൂളാണ്. അപ്പൊ സ്കൂളിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ടൈം ടേബിളും മറ്റു കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോ ഒരുവിധം എല്ലാ സ്കൂളുകളും അത്തരം കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഉണ്ട്. അതിപ്പോ ഗവൺമെന്റ് സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, ഇത്തരത്തിലുള്ള വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കുട്ടികൾ വരുമ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനാണ്. ഏതെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് സ്കൂൾ ചിന്തിക്കുന്നതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വലിയ പഠനഭാരങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഈ വീട് എന്ന് പറയുന്നത് കുറച്ചും കൂടി വീണ്ടെടുക്കപ്പെടണം എന്നുള്ളത്, ഒരുമിച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവണം. നമ്മൾ പലപ്പോഴും ഈ അണുകുടുംബം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ടാകാം. പക്ഷെ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട്. ചില മൂല്യങ്ങള്, ചില നന്മയുടെ നല്ല പാഠങ്ങള്,
ഇപ്പോ ഒരു കൊച്ച് ഈ ഏറ്റവും ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒന്നോ രണ്ടോ അച്ഛനും അമ്മയും ജോലി ഉണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ കൊടുക്കുന്നത്? ഒന്നേ ടാബ് കൊടുക്കും, ഇല്ല ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് അവർക്ക് കൊടുക്കുകയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അവർ കളിക്കുന്നു, ഇല്ല കാർട്ടൂൺ കാണുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അവന്റെ അകത്ത് ഒരു ഒറ്റപ്പെടലുണ്ട്. അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു ഡിജിറ്റൽ വേൾഡ് ആയിട്ട് ചുരുങ്ങുകയാണ്. അത് കഴിഞ്ഞ് അവർ ജോലിക്ക് പോകുന്നു, അവർ ഏതെങ്കിലും ഒരു ഡേ കെയറിൽ കൊണ്ടുയാക്കുന്നു. അവിടെയും എന്ത് ചെയ്യുന്നു? ഒരു സ്മാർട്ട് ടിവിയിൽ, ഈ കുട്ടി ടി വി പോലെയുള്ള ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നു. അതാണ് അവർ കാണുന്നത്, അതാണ് അവരുടെ കൂട്ടുകാരെന്ന് പറയുന്നത്. അതിനുശേഷം വൈകുന്നേരം തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കുന്നു. ഞാൻ പറയുന്ന എല്ലാ വീടുകളിലും ഇങ്ങനെ ആയിരിക്കില്ല, പക്ഷെ ഒട്ടുമിക്ക വീടുകളിലും ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിനുശേഷം അവരുടെ ജോലി, മറ്റു കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ കുട്ടിയുടെ കൂടെ ഇരിക്കുക, കുട്ടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് അപ്രീസിയേഷൻ ഷുഡ് കം ഫ്രം ദ സൈഡ് ഓഫ് പാരന്റ്സ് എന്ന് പറയും. അതായത് ആദ്യം അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് ഈ അപ്രീസിയേഷൻ വരേണ്ടത്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് വരേണ്ടത്. ഞാൻ ഇതിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം, നമ്മളുടെ APJ അബ്ദുൽ കലാം സാറ്, ആ സാറ് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കോലായില് അച്ഛൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാജിയും ചപ്പാത്തിയും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അല്പം കരിഞ്ഞ ഒരു ചപ്പാത്തി ഉണ്ട്. അത് കഴിച്ചതിന് ശേഷം ഉള്ളിലുള്ള അമ്മേനെ വിളിച്ച് പറയുകയാണ്. അപ്പൊ ഈ കുട്ടിയായിരിക്കുന്ന ഈ കലാം അടുത്ത് നിൽക്കുന്നുണ്ട്, അമ്മയോട് പറയാണ്, ഇതൊന്ന് നന്നായിട്ടുണ്ടായിരുന്നു, വളരെ നന്നായി നീ ഉണ്ടാക്കിയെന്ന്. അപ്പൊ പോയിട്ട് ചോദിക്കുകയാണ്, ശരിക്കും ഇത് കരിഞ്ഞതല്ലേ, ഉപ്പയ്ക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞാന് അത് മോശമാണെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടവും, അത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം ഉണ്ടാക്കി തരുമെന്ന് പറയുക. അങ്ങനെയുള്ള ഒരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് വളർന്ന മനുഷ്യനാണ് ഇന്ത്യയുടെ മിസൈൽ മാനായ, സ്വപ്നം കാണാനായിട്ട് ഈ ഇന്ത്യയിലെ എല്ലാ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും പഠിപ്പിച്ച ഒരു മനുഷ്യനായി മാറിയത്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളുടെ വീടിന്റെ ഉള്ളിൽ നിന്നാണ് കലാം ജനിക്കുന്നത്, നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്നാണ് ഐൻസ്റ്റീൻ ജനിക്കുന്നത്, നമ്മളുടെ വീടിന്റെ ഉള്ളിൽ നിന്നാണ് ഈ പറയുന്ന നന്മയുള്ള എല്ലാ നല്ല മനുഷ്യരും ജനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വീട് എന്ന് പറയുന്ന ഒരു സ്പേസിനെ എനിക്ക് തോന്നുന്നു റോജി, വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി ഒരു നല്ല പരിശ്രമം നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. കാരണം നമ്മളുടെ ഈ കുട്ടികളെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഇമോഷണൽ ഇന്റലക്ച്വൽ മെച്യൂരിറ്റി നമ്മളുടെ ഈ കാലഘട്ടത്തിലെ പാരന്റ്സിന് വളരെ അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും, അതായത് വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ശ്രീമതി റുണിയമ്മ റോസ്, ഞാൻ അങ്ങിലേക്ക് വരികയാണ്. അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഗാഡ്ജറ്റ്സ് കൊടുക്കുന്ന അമ്മമാർ, അതായത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ, എന്നാൽ മക്കൾക്ക് കുറച്ചു നേരം ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിലേ മുതൽ വളർത്തിക്കൊണ്ട് വരികയാണ് ആ കൊച്ചിനെ. അപ്പോൾ ആ കുഞ്ഞ് വളർന്നു വരുന്തോറും ഈ ഫോണിനോടുള്ള പ്രിയം, സ്നേഹം, ആകർഷണം ഒക്കെ കൂടിക്കൊണ്ടിരിക്കും. ഒരു സുപ്രഭാതത്തിൽ നാളെ മുതൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് വലിയ വിഷാദത്തിലേക്കല്ല എത്തിക്കുന്നത്. അപ്പോൾ ഈ തുടക്കം മുതലുള്ള, അതായത് വേരിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇന്ന് വളരെയധികം പാരന്റ്സ് തെറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഫോൺ കൊടുക്കുന്നത്. അതുപോലെ കൂടുതലും പാരന്റ്സ് അവരൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അവർ കണ്ടെത്തുന്ന ഒരു ഉപാധിയാണ് ഈ ഫോൺ കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇത് അവരുടെ കുട്ടികൾക്ക് എത്രമാത്രം മാനസിക വളർച്ചയും അവരുടെ ശാരീരിക വളർച്ചയും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് പലപ്പോഴും ഈ മാതാപിതാക്കൾ ചിന്തിക്കുന്നില്ല. ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പൊ ചെറിയ ഒരു കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ചിലവരുടെ ബുദ്ധി വളർച്ചേനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പല കുട്ടികളിലും അമിതമായിട്ടുള്ള വാശി, ദേഷ്യം എല്ലാം കണ്ടുവരുന്നത് ഈ ഒരു ഇത് കാരണമാണ്. പിന്നെ ഇതിലൊരു ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികള് കണ്ടു വളരുന്നതാണ്. ഈ ഒരു ഫോണിൽ അവര് എന്ത് വേണമെങ്കിലും കാണാം, അതിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. കുട്ടികള് വളരെ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാം, അവരത് അനുകരിക്കാനായിട്ട് ശ്രമിക്കും. കുട്ടികൾക്ക് അറിയില്ല ശരി ഏതാണ് തെറ്റേതാണെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് എല്ലാത്തിനും ഒരു ക്യൂരിയോസിറ്റി ആണ്. എന്ത് കാണുമ്പോഴും അത് ചെയ്യണം, അതെന്താണ് എല്ലാം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് കുട്ടികളിൽ ഉണ്ടാവുക. അപ്പോ പാരന്റ്സ് പ്രോപ്പർ ആയിട്ട് കുട്ടികൾ എന്താണ് കാണുന്നത് എന്നുള്ളത് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാവും. ഇത്തരത്തിൽ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ സൂയിസൈഡ് അറ്റംപ്റ്റുകള്, അതുപോലെ ഇത്തരത്തിലുള്ള ന്യൂസുകള്, കുട്ടികൾ എല്ലാത്തിനോടും എക്സ്പോസ്ഡ് ആണ്. അവിടെ ഒരു വ്യൂവർ ഡിസ്ക്രിഷനും ഇല്ല.
പാരന്റ്സിന്റെ യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റിൽ നിന്നൊക്കെ ആയിരിക്കും കുട്ടികളും പലപ്പോഴും ഇത് ലോഗിൻ ചെയ്യുന്നതും കാണുന്നതും ഒക്കെ. അപ്പൊ അവിടെ യാതൊരു ഇപ്പൊ ചില കുട്ടികൾക്കായിട്ടുള്ള യൂട്യൂബ് ഉണ്ട്, പക്ഷെ അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പാരന്റ്സ് കുട്ടികൾക്ക് വെച്ചു കൊടുക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ വെച്ചു കൊടുക്കണം എന്ന് പോലും ഇല്ല, കുട്ടികൾ തന്നെ എടുത്ത് കാണുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ കാണുന്നത്. അപ്പോ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, കൊച്ചിന് 2 വയസ്സ് 3 വയസ്സേ ഉള്ളൂ, ഫോണൊന്ന് കൊടുത്തു, നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായി അതൊന്ന് വീഡിയോ സെലക്ട് ചെയ്യുമെന്ന്. അത് വളരെ വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന പേരൻസ് ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇത് കുട്ടികൾക്ക് നമുക്കറിയാം അവരൊരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ്, അവർക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല. അപ്പൊ എല്ലാം വേഗം പഠിക്കും. ഇപ്പൊ അത് അവരുടെ ബ്രെയിൻ ഭയങ്കര റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ് ആ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് വേഗം പഠിക്കും, എല്ലാത്തിനും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. എന്താണിത്, അത് കൂടുതൽ അറിയണം. അപ്പോ കുട്ടികൾ വേറെ റിസ്കിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. നമ്മളൊക്കെ കുറച്ച് ഇതിങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അങ്ങനത്തെ ഒരു റിസ്ക് മാറ്റർ അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പലതും എക്സ്പ്ലോർ ചെയ്യാതെ പോവാ. പക്ഷെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അവെയർ അല്ല. അപ്പൊ കുട്ടികൾ ഇതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അവർ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കും. അവർക്ക് എല്ലാത്തിനെ കുറിച്ചും ഭയങ്കര ഒരു നോളജ് ഉണ്ടായിരിക്കും, ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിലൊരു അപകടം പതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, പാരന്റ്സിന് പലപ്പോഴും ഇവർക്ക് അറിയുന്ന പല കാര്യങ്ങളും അറിയുന്നുണ്ടാവില്ല. അപ്പൊ കുട്ടികൾ എന്തൊക്കെയാണ് ഫോണിൽ കാണുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതെന്ന് പാരന്റ്സിന് പലപ്പോഴും അറിയാൻ പറ്റില്ല. കുട്ടികൾക്കാണെങ്കിൽ ഇതിലെ ശരിതെറ്റുകൾ മനസ്സിലാവാനുള്ള ഒരു മാനസിക വളർച്ച എത്തിയിട്ടില്ല. അപ്പോ കുട്ടികള് എന്തൊക്കെയാണ് യൂട്യൂബ്, അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇതിലെല്ലാം കാണുന്നതെന്നും മനസ്സിലാക്കുന്നതെന്നും പാരന്റ്സ് തിരിച്ചറിയാൻ വൈകും തോറും അവർ കൂടുതൽ അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരിക്കലും ഇവിടെ ഞാൻ പറയുന്നത്, ഒരിക്കലും പാരന്റ്സ് കുട്ടികൾ ഫോൺ നോക്കുന്നത് പൂർണ്ണമായിട്ട് വിലക്കണം അങ്ങനെ ഒരു കാര്യമല്ല. പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണം, എന്തൊക്കെയാണ് കുട്ടികൾ കാണുന്നത്, ഇതെങ്ങനെയൊക്കെയാണ് അവരെ ബാധിക്കുന്നത്, ഇതെന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ് കുട്ടികൾ ഉണ്ടാക്കുന്നത്. ചില കുട്ടികളിൽ ഒരുപാട് അവരുടെ സ്വഭാവങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പലപ്പോഴും ഈ പാരന്റ്സ് കുട്ടികളെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ പറയുന്നത്, ഇവനൊന്നും പറഞ്ഞ് അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കരച്ചിലാണ്, ഭയങ്കര വാശിയാണ്, ഭയങ്കര ദേഷ്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പാരന്റ്സ് കംപ്ലൈന്റ്സ് ആയിട്ട് പറയാം. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നില് അവര് ഈ ഫോണിലൂടെയും മറ്റും കണ്ടു പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവര് തെറ്റായിട്ട് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ പിന്നിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും പാരന്റ്സ് തിരിച്ചറിയുന്നില്ല. മാത്രമല്ല, കുട്ടികൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അവർക്കൊരു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, എപ്പോഴും നമ്മളൊരു യൂട്യൂബിലും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഷോർട്സ് ഒക്കെ കാണുമ്പോൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പുതുമയാണ് എല്ലാത്തിനും, നമ്മൾ ഇതുവരെ കാണാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ തമാശകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പുതിയ കണ്ടന്റുകളായിരിക്കാം, എല്ലാത്തിനും ഒരു പുതുമ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പുതുമ കുട്ടികൾ ഒരുപാട് അട്രാക്ട് ചെയ്യും. കാരണം അവര് കാണാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് ചിലപ്പോൾ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ തന്നെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഒരു ആകർഷിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ഈ ഒരു പുതുമയാണ്. അപ്പൊ ഈ ഒരു പുതുമ അവരിങ്ങനെ തേടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവര് സമയം പോകുന്ന അറിയില്ല, അവരുടെ വേറൊന്നും അവർ ശ്രദ്ധിക്കില്ല, അവര് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന ചുറ്റും ഒന്നും അവരെ അവെയർ ആവില്ല. അവർ ഈ ഒരു സന്തോഷത്തില് ഈ ഒരു പുതുമയുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പലപ്പോഴും മുതിർന്നവർക്ക് പോലും അവരും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള യൂട്യൂബിൽ ഷോർട്സും റീൽസും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് പലപ്പോഴും അറിയില്ല. കാരണം അതിന് അത്തരത്തിലുള്ള ഒരു ആകർഷണീയതയുണ്ട്, അതായത് പുതുമകളുണ്ട്, പിന്നെയും കാണാനായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഇതുണ്ട്. ഇതിന് പ്രധാനമായിട്ടൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡോപ്പമിൻ ഇത് തന്നെയാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും പുതുമകളെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെയിൻ ആണ്. അതായത് നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും, പുതിയ നെർവ് കണക്ഷൻസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. ഇതുപോലെ തന്നെ ഓരോ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും നമ്മളുടെ ബ്രെയിനിന് ഒരു ഡോപ്പമിൻ അവിടെ കിട്ടുന്നുണ്ട്, ആ ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും ഇത് കാണാനായിട്ട് തോന്നിപ്പിക്കുന്നത്. ഇപ്പോ ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെന്റലി എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പലപ്പോഴും കുട്ടികൾ അത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ഇത്തരത്തില് എന്റർടൈനിങ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ സമയം കൂടുതൽ കൊടുക്കുന്നത്. ഇതിനൊരു പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം അവർക്കൊരു റിവാർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. പലപ്പോഴും കുട്ടികൾ പുതുമകൾ തേടി പോവുകയാണ്,
അതുകൊണ്ട് തന്നെ റീൽസും കാര്യങ്ങളെല്ലാം കണ്ട് അതിലങ്ങ് ഉൾക്കൊണ്ടുകൊണ്ട് സമയം പോലും പോകുന്നത് അറിയുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അങ്ങ് പറഞ്ഞത്. ശ്രീ സാബു ജോസ്, അതായത് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ആത്മഹത്യ ചെയ്തത്. 5ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അമ്മ വഴക്ക് പറഞ്ഞു, എൻ്റെ പേന എടുത്തുകൊണ്ട് പോയി എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാരണങ്ങളിൽ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ അവൻ്റെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന വലിയൊരു സമൂഹത്തിൽ ചെയ്യേണ്ട നന്മകളെക്കുറിച്ചോ അവൻ്റെ ജീവിതം ഇനി വേണ്ടാന്ന് വെക്കുന്നു. ആത്മഹത്യ എന്നതിലേക്ക് അവൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിപ്പിക്കുന്നത് എല്ലാം തെറ്റായ രീതിയാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഞാൻ ഈ ചർച്ച ശ്രദ്ധിക്കുമ്പോൾ പ്രോലൈറ്റിന്റെ ഒരു മനോഭാവം എന്ന് പറഞ്ഞ ജീവനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കുഞ്ഞുങ്ങൾക്ക് LP സ്കൂളിൽ വെച്ച് തന്നെ നൽകാവുന്നതാണ്. സ്വന്തം ജീവനെ സ്നേഹിക്കണം, ആദരിക്കണം, സംരക്ഷിക്കണം എന്നത് സമൂഹത്തിൽ എല്ലാവരും അറിയേണ്ടതും പറയേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മീഡിയ സ്വപ്നങ്ങൾ വിൽക്കും. നമ്മൾ ആ സ്വപ്നങ്ങളെല്ലാം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കണം. ഇവിടെ കുട്ടികളെ മനസ്സിലാക്കാൻ, കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുമ്പോഴത്താണ് പ്രശ്നങ്ങളുള്ളത്. കൊച്ചിയില് ഒറ്റ ഒരു മോനുള്ള ഹൈക്കോടതിയിലെ അഭിഭാഷകന്റെ അധ്യാപകയുടെ മകൻ ആത്മഹത്യ ചെയ്തു. ജയിലായിരുന്നു, അവർ പണം മോഷ്ടിച്ചു. അവര് തമ്മിൽ വഴക്കായിരുന്നു. ഒറ്റ മോൻ അവരുടെ ജീവിതം തകർന്നു. കൊച്ചിയില് 2 വർഷമായി. അപ്പൊ ഞാൻ പറയാം, കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങളില് ഒരു കാരണവശാലും അവര് പരസ്പരം ശ്രദ്ധിക്കും, അത് മാതാപിതാക്കൾ അറിയും. കൂടുതൽ മക്കൾ അനുഗ്രഹമാണെന്നൊരു ചിന്ത കുഞ്ഞുങ്ങൾ പരസ്പരം അവര് തിരുത്തുകയും വളർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വിവാഹം ഒരിക്കൽ കോഴ്സ് കഴിഞ്ഞാൽ കത്തോലിക്കാ സഭയാണ് മാതൃക എപ്പോഴും. എന്നാൽ നമുക്ക് കുട്ടികൾ ഉണ്ടായി 5 മുതൽ 5 6 കുട്ടികൾ ഉണ്ടായതിനു ശേഷം യങ് കപ്പിളിനുള്ള പരിശീലന പരിപാടി നമുക്ക് രൂപതകളിൽ ഇന്ന് കാര്യമായി ഇല്ല. അപ്പൊ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യുവ മാതാപിതാക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും അത്തരം കാര്യങ്ങൾ വേണം. പിന്നെ കുട്ടികൾക്കായുള്ള ഒരു മീഡിയ പോളിസി കാലക്രമേണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ പറയുക, മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണം. മാനസിക ആരോഗ്യം ഇല്ലാത്ത മാതാപിതാക്കളുടെ മക്കള്, ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് അയൽവീട്ടിലെ ഒന്ന് പോകാൻ, കുട്ടികൾ ഒരുമിച്ച് കളിക്കുവാൻ അനുവദിക്കുന്നില്ല? ഞാൻ നിരീക്ഷിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. എന്റെ 1 2 കുട്ടികൾ ആകപ്പാടെ ഉള്ളത്, അവര് വാതിലടച്ച് അകത്തിരുന്നോണം, കുട്ടി ആരുമായും മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല. കളിക്കളങ്ങളെ ഉണ്ടായാലും വിടാൻ മാതാപിതാക്കൾ തയ്യാറായില്ലെങ്കിൽ ആ കുഞ്ഞ് അവന്റെ സുരക്ഷിത ഇടങ്ങളിൽ ഈ പറയുന്ന മൊബൈലിലേക്കും മറ്റ് സാങ്കേതിക സൗഹൃദങ്ങളിലേക്കും പോകും, കുട്ടി ആത്മഹത്യയിലേക്ക് നയിക്കും. അപ്പം കുട്ടികൾ നഷ്ടപ്പെടുന്നതിന് കാരണം അവരെ ദൈവ വിശ്വാസത്തിലും ദൈവ ആശ്രയത്തിലും, എല്ലാ മതങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും സാധ്യമാണ്. അതിന് സൗകര്യവും സാഹചര്യവും ഇല്ലാത്തവർ ലോകത്തിന്റെ കാര്യങ്ങൾ മാത്രം വരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ പ്രത്യാശ എന്തിലായിരിക്കും? കാണുന്ന പരിപാടികളില്, കേൾക്കുന്ന കാര്യങ്ങളില് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന ഇതാണ്, ഈ അംഗീകാരവും സ്നേഹവും പരിഗണനയും മുമ്പ് നമ്മുടെ ചർച്ചയിൽ എല്ലാവരും പറഞ്ഞു, അത് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കണം, ഉൾക്കൊള്ളുന്ന കൂട്ടായ്മകളിൽ നിന്ന് ലഭിക്കണം, അത് അയൽ വീടുകളിൽ നിന്ന് ലഭിക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തില് നമുക്ക് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് കഴിയുള്ളൂ. മാധ്യമങ്ങൾ മാറും എന്ന് നമ്മൾ പ്രത്യേകം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ നല്ല മാധ്യമങ്ങൾ അതിന്റെ പരിശ്രമം നമ്മുടെ ഈ ചർച്ചകൾ പോലെ തുടരും. കുടുംബങ്ങള്, മാതാപിതാക്കള് വളരെ ബോധപൂർവമായിട്ട് അവർ മാനസിക പക്വതയുള്ളവരും അവരുടെ കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരും അവർക്ക് വലിയ സ്നേഹം, കരുതൽ നൽകുന്നവരും ഒപ്പം തന്നെ കുടുംബം തന്നെ സുരക്ഷിത ഇടമായി മാറുകയും ചെയ്യുമ്പോൾ വലിയ ആശങ്കയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു വാക്ക് പറയാണ്, മാധ്യമങ്ങൾ ഇന്ന് കണ്ണാടിയല്ല, അത് ചിത്രം വരയ്ക്കുകയും അവർ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ഇങ്ങനെ വേണം എന്ന് തീരുമാനിച്ച് അറിയിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു മാധ്യമ പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങളിൽ നിന്നും ഉൾപ്പെടുന്ന ഭക്ത സംഘടനകളിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നും ഒക്കെ ലഭിക്കണം. അപ്പോൾ വലിയ ദുരന്ത വാർത്തകൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് എത്താതെ നമുക്ക് നോക്കാൻ പറ്റും. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുടുംബങ്ങളിൽ നിന്നും ലഭിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. ഫാദർ സജി വട്ടുകളത്തിൽ അങ്ങിലേക്ക് വരികയാണെങ്കിൽ, അതായത് പണ്ട് കുറെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നടക്കുമായിരുന്നു. അപ്പോൾ മാതാപിതാക്കളായാലും കുട്ടികളായാലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മാതാപിതാക്കളും കുട്ടികളും അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുപോയി. എവിടെയോ ഇരിക്കുന്ന കുറെ ആളുകളുമായി സാമൂഹിക മാധ്യമത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്.
ഇത് നമ്മുടെ ഈ കുടുംബാന്തരീക്ഷം തകർക്കുക മാത്രമല്ല, ഓരോ കുഞ്ഞുങ്ങളുടെയും മെന്റൽ ആരോഗ്യം, മെന്റൽ ഹെൽത്തിനെ നശിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒന്നല്ലേ? എന്താണ് അപ്പോൾ നമ്മുടെ വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഞാനീ നമ്മളുടെ ഡിസ്കഷന്റെ അകത്ത് പെട്ടെന്ന് എന്റെ മനസ്സ് പോയത് ഈ ഖലീൽ ജിബ്രാന്റെ വളരെ മനോഹരമായ ഒരു ചിന്തയുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് അമ്മമാര് പറയുന്ന ഒരു ഇതുണ്ട്, ഞങ്ങളോട് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുക എന്ന്. അപ്പൊ ജിബ്രാൻ പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, അവർ നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ നിങ്ങളെ പോലെ ആക്കാൻ നോക്കരുത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ പോലെ ആകാം. എന്നിട്ട് ജിബ്രാൻ പറയാണ്, കാലവും പുഴയും ഒരിക്കലും പുറകോട്ട് ഒഴുകാറില്ല, അത് മുൻപോട്ട് മാത്രമാണ് ഒഴുകുക. ഏറ്റവും അവസാനം പാരന്റ്സിന്റെ അടുത്ത് പറയാണ്, നിങ്ങളിൽ ഇല്ലാത്തതൊന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ തിരയരുത് എന്ന് പറയുകയാണ്. അപ്പൊ ഈ സൗഹൃദവും സ്നേഹവും പങ്കുവെക്കലും, നേരത്തെ സാബു സാറ് സൂചിപ്പിച്ചതുപോലെ ബന്ധവും സ്വന്തവും ഒക്കെ അത് വീടിന്റെ ഉള്ളിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട അതിന്റെ ഒരു വലിയ ഒരു തലം ഈ പാരന്റ്സ് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കണം എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഈ അണുകുടുംബങ്ങളിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മളുടെ പാരന്റ്സ് അവെയർ ആകണം എന്നുള്ള ഒരു കാര്യം വളരെ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അണുകുടുംബം അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്ന ഒരു കൾച്ചറിൽ നിന്ന് അത് വളരെ അപകടമാണ് എന്നും, അതായത് ഈ ഒരു മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഏതൊരു ജീവിയെ നോക്കുമ്പോഴും, ഒരു കോഴിക്കുഞ്ഞാണെങ്കിലും ഒരു പശുവിന്റെ കുട്ടിയാണെങ്കിലും മറ്റേതൊരു കാര്യമാണെങ്കിലും പിറന്നു വീണ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ അത് വളരെ സ്വതസിദ്ധമായ രീതിയിൽ ഈ ലോകത്ത് ജീവിച്ചു തുടങ്ങുകയാണ്. പക്ഷേ ഒരു മനുഷ്യ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ അവനായാലും അവൾക്കായാലും അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പരിശീലനം, കെയറിങ്, സപ്പോർട്ട് അതൊക്കെ വേണം. അതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ വളരുന്നതും വികാസം പ്രാപിക്കുന്നതും വ്യക്തിത്വം വളരുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ഈ വീട് എന്ന് പറയുന്ന പോലെ, നേരത്തെ റോജി സൂചിപ്പിച്ചതുപോലെ ഒരു വീടിന്റെ ഉള്ളിലാണേലും രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടുകയാണ്. പിന്നെ ഞാനിവിടെ പറയാനായിട്ട് വിട്ടുപോയ ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും കൂടുതൽ അപകടകരമായിട്ടുള്ള കാര്യം പോകുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള പ്രവണതയുണ്ട്. ഈ സിംഗിൾ പാരന്റിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പൊ വളരെ സജീവമാണ്. ഇപ്പോ നമ്മളുടെ ഈ ഒരു ന്യൂ ജനറേഷൻ വളരെയേറെ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ലിവിങ് ടുഗദർ. അതായത് മാരേജ് വേണ്ട, ഫാമിലി വേണ്ട, ലിവിങ് ടുഗദർ ആണ് ബെസ്റ്റ്. അത് വെസ്റ്റേണിന്റെ ഒരു കൾച്ചർ ആണെന്നും അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നത് കുറച്ച് നല്ലതാണെന്നും ഒക്കെ പറയുന്ന മീഡിയകൾ തന്നെയുണ്ട്. അത്തരത്തിലുള്ള അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമാണെന്ന് വരും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയർ ഇല്ലാണ്. അച്ഛന്റെയും അമ്മയുടെയും സാന്നിധ്യവും സാമീപ്യവും വളരെ അനിവാര്യമാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഈ ഫാമിലി എന്ന് പറയുന്നത്, ആ ഫാമിലിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വീക്കാണ്. കല്ലും മണ്ണും മരവും ഒക്കെ ചേർത്ത് നമുക്ക് കെട്ടിടവേ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ, വീടുണ്ടാക്കി വെക്കാനായിട്ട് പറ്റത്തേയില്ല. അതിനെ നമ്മൾ ബിൽഡിംഗ് എന്നാ വിളിക്കുക. അപ്പോ അതൊരു വീടായി മാറുന്നത്, ഒരു ഹൗസും ഹോമും ഒക്കെ ആയി മാറുന്നത് അത് ഹൃദയങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണെന്നുള്ള കാര്യം സത്യമാണ്. അപ്പൊ ഈ കൂരയ്ക്ക് കീഴെ സ്നേഹം കൂതാശി ചെയ്യുക എന്ന് പറയുന്നത്, അവിടെ അച്ഛനും അമ്മയും മക്കൾക്കും എല്ലാവർക്കും ഈക്വൽ റോളാണ്. അതായത് ഈ സ്നേഹത്തെ കൂടുതൽ മഹത്തരമാക്കുക, പരസ്പരം കെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഈ ബന്ധങ്ങളുടെ ഊഷ്മളത മനസ്സിലാക്കുക. ഇപ്പോ ഈ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടാകുക, അവരെ കെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അവരുടെ കൂടെ വളരുക, അവരുടെ ജീവിതത്തെ കേൾക്കുക, ഈ കഥകളും മറ്റു കാര്യങ്ങളും ഒക്കെ തലമുറകളിലേക്ക് കൈമാറും ചെയ്യുക. ഈ പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും അതിനെ നെഗറ്റീവായിട്ടാണ് ഈ ജനറേഷൻ കാണുന്നത്. പക്ഷെ അതൊക്കെ മൂല്യങ്ങളുടെ ശേഖരമാണ് എന്നുള്ള ഒരു വിചാരം, ചിന്ത അത് നമുക്ക് വളരെ അനിവാര്യമാണ്. അത്തരത്തിലുള്ള ഒരു നല്ല എൻവയൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികളെ അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും, എല്ലാത്തിനോടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാകും, ഏത് സിറ്റുവേഷനെയും അവർ പക്വതയോടെ നേരിടുന്ന ഒരു കാര്യം ഉണ്ടാകും. ഇപ്പോ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ, സാബു സാറ് പറഞ്ഞതുപോലെ ചേട്ടനും അനിയനും ചേച്ചിയും ഒക്കെ ഉണ്ടാകും. അതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഈ കുട്ടികളുടെ കയ്യിലേക്ക് ഒരു മൊബൈലോ ഒരു ടാബോ ഇല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റോ കൊടുത്തിട്ട് ഒരു കുട്ടിയെ വളർത്താമെന്ന് വിചാരിക്കുന്ന പാരന്റ്സ് ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം, അതായത് 100 കിലോമീറ്ററോ 200 കിലോമീറ്ററോ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു കാറിനെ എടുത്തിട്ട് ഡ്രൈവിംഗ് അറിയാൻ മേലാത്ത ഒരാളുടെ അടുത്തേക്ക് കൊടുക്കുന്ന പോലെ അപകടകരമാണ്. അത് മുൻപോട്ട് പോകും, കുറച്ചൊക്കെ പോകും, പക്ഷെ അത് ഏത് സമയത്തും വളരെ ഗൗരവമുള്ള ഒരു അപകടത്തിൽ പോയി വീഴും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളോട്
നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഈ പാരന്റിങ് എന്ന് പറയുന്നത് അത് ഒരു ആർട്ടാണ്, അതൊരു കലയാണ്. അതിനെ സ്നേഹം കൊണ്ടാണ് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കണം, സ്പെൻഡ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ഇടയ്ക്കും നമ്മുടെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളുടെ ഇടയ്ക്കുമൊക്കെ ഈ വീട് എന്ന് പറയുന്ന ഒരു കാര്യത്തെ വിസ്മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഈ ഈവൻ സിംഗിൾ പാരന്റ് ആയിട്ടുള്ള, അതായത് ഡിവേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്ന അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുള്ളവരുടെ കൂടെ വളരുന്ന കുട്ടികളുണ്ട്. അപ്പോ അങ്ങനെ വളരുന്ന കുട്ടികൾ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ അവിടെ കൂടുതൽ അപകടകരമായ സാധ്യതകളുണ്ട് എന്നിങ്ങനെ പറഞ്ഞു വെക്കുക ചെയ്തത്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾക്ക് കേരളത്തിൽ നമ്മളൊരു പ്രവാസി സമൂഹമാണ് എന്ന് വേണേൽ പറയാം. മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഐഡന്റിറ്റിയാ മാറിയിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഒന്നെങ്കിൽ അച്ഛൻ ഇല്ലേ അമ്മ അവര് വിദേശത്തായിരിക്കും. അപ്പോ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു വീഡിയോ കോൾ മാത്രമാണ് അവരുടെ പാരന്റിങ് എന്ന് പറയുന്നത്. ആ വീഡിയോ കോൾ എന്താണ്? സുഖമാണോ, നന്നായിരിക്കുന്നോ, ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, പഠിക്കുന്നുണ്ടോ, എത്ര മാർക്ക് കിട്ടി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അച്ഛന്റെ അമ്മയുടെ ഒരു സാമീപ്യം എന്ന് പറയുന്നത് വളരെ റയർ ആയിരിക്കും. ചിലപ്പോൾ നമ്മളുടെ ഇതുപോലെയുള്ള ഒരു സൊസൈറ്റിയിൽ നമുക്ക് അത് രണ്ടും ഒരേപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ പറയുന്ന ഒരു കുറവ് വീട്ടിൽ ആർക്ക് നികത്താൻ പറ്റും എന്ന് ചിന്തിക്കണം. അവിടെയാണ് നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ ഒരു റോള് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുക. അപ്പൊ ഈ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ ഈ പറയുന്ന ഒരു കാര്യത്തിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഈ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനൊരു ദിവസം ഒരു കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. അവിടെ പോയി ഞാൻ വീടിനെ കുറിച്ച് സംസാരിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാരന്റ് വന്ന് വളരെ സങ്കടത്തോടു കൂടി പറയുക, ഫാദർ, ഈ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീട് വെക്കുമ്പോൾ ഇത്രയും വലിയ വീട് വെക്കില്ലായിരുന്നു എന്ന്. നമ്മളൊരു വീട് വെക്കുമ്പോൾ ചിന്തിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ മുറിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. വെൽ ആൻഡ് ഗുഡ്, ചിലപ്പോൾ അത് നല്ല കാര്യമായിരിക്കും. പക്ഷേ ആ ഓരോ മുറിക്കുള്ളിലേക്കും പോകുന്ന ജീവിതങ്ങൾ പിന്നെ ആ മുറിയിലേക്ക് തന്നെ ഒതുങ്ങുന്നു എന്ന് പറയുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. ഒരുമിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ജീവിതത്തിന്റെ അനുഭവം ഉണ്ടാകണം, ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന അനുഭവം ഉണ്ടാകണം. ഒരാളുടെ മുഖം ഒന്ന് വാടിയിരുന്നാൽ, അല്പം വിഷമം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റി മോനെ എന്ന് അടുത്തിരുന്ന് ചോദിക്കാനുള്ള അച്ഛനെയും അമ്മയും ഉള്ളപ്പോ ആ കുഞ്ഞൊരിക്കലും വീണു പോകില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അപ്പോ ഈ വീട് എന്ന് പറയുന്നത് നേരത്തെ റോജി സൂചിപ്പിച്ചതുപോലെ ഈ ഓരോ മുറിയിലേക്കും പോയിട്ട് അത് ഓരോ ഭൂഖണ്ഡങ്ങൾ പോലെ അവിടെ നിന്ന് ഈ പറയുന്ന ഈ മാധ്യമങ്ങൾ വഴിയായിട്ട്, അതായത് ഫോണോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ. അതായത് ഇങ്ങനെ കിച്ചണിലേക്ക് വരൂ, അമ്മ മകൾക്ക് മെസ്സേജ് ചെയ്യുന്നു, മകൾ മുകളിലത്തെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്താ മെസ്സേജ് ഇട്ടത് എന്ന് ചോദിക്കുന്നു, ഇല്ലെങ്കിൽ തിരിച്ച് മെസ്സേജ് ചെയ്യുന്നു, ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ വീട് മാറി എന്നുള്ളത് ഇതൊരു അത്ഭുതപ്പെടുന്ന ഒരു കാര്യമല്ല, വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഈ വീട് എന്ന് പറയുന്നതിന് പുറത്ത് ശ്വാസകോശമുള്ള ജീവിയാണെന്ന് പറയുകയാണ് വീട് എന്ന് പറയുന്നത്. അതായത് അച്ഛനൊന്ന് കയർത്താൽ, അമ്മയൊന്ന് കരഞ്ഞാൽ, ഇല്ലെങ്കിൽ കുട്ടിയൊന്ന് നഷ്ടപ്പെട്ട, അപ്പോൾ ഈ വീട് നിശബ്ദമാകും. കാരണം വീടിനൊരു ജീവനുണ്ട്. ആ ജീവൻ നിലനിർത്തുന്നത് ഈ വീട്ടിലുള്ള ആൾക്കാരുടെ സ്നേഹമിശ്രണമായ ഇടപെടലാണ്. അതായത് കാര്യം അറിയാലോ, അതായത് അച്ഛൻ പറഞ്ഞ വലിയൊരു പോയിന്റ് ഉണ്ട്. ഒരു കുറെ വീടാകില്ല, അത് ഹൃദയങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുന്ന ഒന്നാകണം, അപ്പോൾ മാത്രമേ വീടാവുകയുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് വളരെയേറെ ഹൃദയസ്പർശിയായ ഒരു വാക്കുകൾ തന്നെ ആയി. മിസ് ടീച്ചർ, അങ്ങിലേക്ക് ഞാൻ വരികയാണ്. അതായത് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക്, കുട്ടികൾക്ക് ഭയം, ഉത്കണ്ഠ, ആകുലത എന്നൊക്കെ വളരെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായിരിക്കും അതിന് പ്രധാനപ്പെട്ട കാരണം? ഈ പാരന്റിങ് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ ഹെലികോപ്റ്റർ പാരന്റിങ് ആണല്ലോ, അതായത് എൻ്റെ മക്കളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, ഞാൻ എവിടേക്കും വിടില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും കുഞ്ഞ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാതെ പോകുന്ന പേരൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. കുറഞ്ഞ വാക്കുകളിൽ ഒന്ന് പറയാമോ? ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരു മുന്നത്തെ ഒരു തലമുറ കടന്നു വന്ന ഒരു സാഹചര്യത്തിലല്ല ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത്. അന്നത്തെ ആളുകൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം അറിഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ള കുറച്ച് ആളുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നവരാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവരുടെ മുന്നിൽ ഒരു വലിയ ലോകം തന്നെയുണ്ട്. അപ്പൊ ഇവര് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള ഒരു വലിയ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കുട്ടികളിൽ പലതരത്തിലുള്ള ആശങ്കകളും സമ്മർദ്ദങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു കമ്പാരിസൺ ആണ്. ഇപ്പൊ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായാലും മറ്റും വരുന്ന കുട്ടികളിൽ പൊതുവെ കാണുന്ന ഒരു കാര്യമാണ്, അവരെപ്പോഴും പറയുന്നത് അവര് ഒന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരുടെ അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ വലിയ ഉയരങ്ങൾ കീഴടക്കുന്നതായിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവരായിട്ടും ഒക്കെ കാണുകയാണ്. അപ്പൊ ഇവര് ആ ഒരു തരത്തിൽ ഉയരുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ അപ്പോഴെല്ലാം ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കമ്പാരിസൺ, അതിന്റെ ഒരു ഫലമായിട്ട് ഒരുപാട് ഒരു പ്രഷർ
അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം അതുപോലെയൊക്കെ ആവണം, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ജീവിതത്തിൽ ഉയരണം, അങ്ങനെ ഒരു സമ്മർദ്ദം അവരിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പാരന്റ്സും ഒക്കെ ഒരുപാട് പ്രതീക്ഷകൾ വെക്കുന്നുണ്ട് കുട്ടികളിൽ. അപ്പൊ ഇത് അവരിൽ ഒരുപാട് ആൻസൈറ്റി, അതായത് ഭാവിയിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയരാൻ പറ്റുമോ, അങ്ങനെയുള്ള ഈ ഒരു പ്രതീക്ഷകൾ ഒരുപാട് അവർക്ക് സമ്മർദ്ദങ്ങൾ കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഇന്ന് ഭോപ്പാലിൽ ഒരു കുട്ടി ഗെയിമില് പരാജയപ്പെട്ടതിനെ തുടർന്നിട്ട് ആത്മഹത്യ ചെയ്തതായിട്ട് ഒരു ന്യൂസും വായിച്ചിരുന്നു. അപ്പോൾ ഈ ഗെയിമില് ആൾക്ക് കൂടുതൽ ലെവലുകൾ കടക്കാൻ പറ്റുന്നില്ല, ഇതിന്റെ ഒരു സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തതായിട്ടാണ് അറിയണേ. അപ്പോ കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനോ ഉള്ള ഒരു എബിലിറ്റി ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പ്രധാന കാരണം അത് അവരെ ആരും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ശരിയായ ഒരു ഗൈഡൻസ് ലഭിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. സാറേ, സമയം എൻ്റെ എല്ലാം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങിലേക്ക് വരാത്ത, എന്നോട് ക്ഷമിക്കണം കേട്ടോ. അതായത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാകുന്ന കാര്യം, കുറ്റപ്പെടുത്തലുകൾ കൊണ്ടോ നിയന്ത്രണങ്ങൾ കൊണ്ടോ മാത്രം തീരുന്നതല്ല ഈ പ്രശ്നം. മൊബൈൽ ഫോണിനേക്കാൾ വലിയൊരു ലോകം ഉണ്ടെന്നും പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്നും പുതുതലമുറയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. രക്ഷിതാക്കൾ മക്കളുടെ ഗാഡ്ജറ്റുകളേക്കാൾ കൂടുതൽ സമയം അവർക്കായി മാറ്റിവെക്കണം. അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണം. സാങ്കേതിക വിദ്യ കുട്ടികളുടെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാകട്ടെ, വളർച്ചയെ തളർത്തുന്ന വിഷമാകരുത്. ഈ വിഷയത്തിൽ കൂടുതൽ ബോധവൽക്കരണവും സാമൂഹ്യ ഇടപെടലുകളും അനിവാര്യമാണ്. ബിഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത പാനലിസ്റ്റുകൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.